ഓടിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് പറയുന്നത് അറിയാത്ത പരിപാടി ചെയ്യാൻ നിൽക്കുന്നത്. ഈ സാധനം ഓവറായിട്ട് ടൈറ്റ് ചെയ്ത് ഒടിഞ്ഞകത്തായതാണ്. പിന്നെ എങ്ങനെയൊക്കെ ഇതൊക്കെ വെച്ചിട്ട് കുത്തി സാധനം ഫൈനലി പുറത്തെടുത്തിട്ടുണ്ട്. ഈ സാധനം വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ കടയിൽ പോയതായിരുന്നു. അപ്പോൾ ഇവൻ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ചിട്ട് ചാത്തനെന്ന് എന്തിനാ പറഞ്ഞിട്ട് ഇറങ്ങി വന്നതാണ്. പിന്നെ വേറെ എവിടെയാണ് സാധനം കിട്ടാതെ പോയി ചാത്ത വാങ്ങിക്കാൻ ചെന്നപ്പോൾ അങ്ങേര് പറഞ്ഞ് സാധനമില്ല കുഴപ്പമില്ലെന്ന്. ഇനിയിപ്പോൾ ഹെൽമെറ്റൊക്കെ എടുത്ത് വെച്ചിട്ട് ഷോറൂമിൽ പോകണം. അങ്ങനെ ചായ കുടിക്കാൻ കയറിയപ്പോൾ നമ്മളൊരു പയ്യനെ കണ്ടത്. ഇവിടുത്തെ ഷെഫാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? ഇവനും ഷെഫാണ്, അവനും ഷെഫാണ്. എന്തൊരു ഷെഫടാ? കോണ്ടി എന്നൊക്കെയാണ് അവർ പറയുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. നമ്മൾ സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ഒറിജിനൽ സാധനം. ഇതിന് 50 രൂപയുള്ളൂ. നമ്മൾ അവിടെ ഒരു കടയിൽ ചെന്നിട്ട് ചാത്ത സാധനം ചോദിച്ചപ്പോൾ അങ്ങേര് 100 രൂപയാണ് പറഞ്ഞത്. ഞങ്ങളുടെ കണ്ടോണ്ടാണെന്ന് തോന്നുന്നു സാധനം തരാത്തത്. എന്നാലും ഒറിജിനലിനെക്കാട്ടി വിലയുള്ള ചാത്തൻ. പണ്ട് എൻ്റെ ഹെൽമെറ്റിൻ്റെ വൈസർ വാങ്ങിക്കാൻ പോയ സമയത്ത് 400 രൂപ വൈസർ എനിക്ക് 1200 രൂപയ്ക്ക് തന്ന് പറ്റിച്ചിട്ടുണ്ട്. പിന്നെ കടയിലെ പേരും ഫോട്ടോ ഒന്നും കാണിക്കാത്ത കാര്യം ചിലപ്പോൾ അങ്ങേര് അതും ഒരു പ്രൊമോഷനായിട്ട് എടുക്കും. ശരീരത്തെ എങ്ങനെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോടാ? വെറും 50 രൂപയ്ക്ക് ഓയിൽ മാറിയ തീരാൻ്റെ കാര്യമായിരുന്നു. ഇടാ പോടാ 70 രൂപയാവും. അതാണ് ഇത്രയും പൈസയ്ക്ക് പോയി നിന്നത്. പക്ഷേ കുഴപ്പമില്ല, ഇതൊക്കെ വൈബല്ലേ. എടാ ഇതൊക്കെ എൻ്റെ ടൂൾസ് അല്ലടാ. ഇവനാണ് എൻ്റെ ടൂൾസ് മൊത്തം താങ്ങിക്കൊണ്ട് പോയത്. ഇത് ഇനിയും ഓടിക്കില്ലടാ. പണിയെന്ന് പറഞ്ഞുകൂടെങ്കിലും ഡ്രിൽ ബിറ്റ് സഹിതം അളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഓയിൽ ഒഴിക്കാൻ വേണ്ടിയുള്ള കസ്റ്റം സെറ്റപ്പാണ്. നമ്മളൊരു സമയം വെച്ചിട്ട് ഇതും അകത്ത് പോകേണ്ടതാണ്. സക്സസ്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം.